അമ്മ മരിച്ചു പോകുമ്പോൾ കുഞ്ഞുങ്ങളും മരിച്ചു പോകുന്നു. അവർ പൊടുന്നനെ അനാഥരാകുന്നു. നൗഫൽ എന്നിൻ്റെ ഇനി പറയുമോ ജീവിതത്തിലൊരല്പവും ജീവിതം ബാക്കിയില്ലെന്ന് ഈ പുസ്തകത്തിൽ അമ്മയെ ജീവിതത്തിൻ്റെ നല്ല കാലങ്ങളിലൊന്നും സ്നേഹിക്കാതെ ജീവിച്ച ഗുന്തർ ഗ്രാസിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അമ്മ അർബുദ രോഗിയായിരുന്നു. മുറിവുകളാൽ ചതഞ്ഞരഞ്ഞു ചൈതന്യം പട്ടുപോയവൾ, ചിരി ചിതയിലെടുത്തവൾ. വാർദ്ധക്യവും മറവി രോഗവും അമ്മയുടെ നെറുകയിൽ ചുംബിച്ച ശേഷം മാത്രമാണ് ഗുന്തർ ഗ്രാസ് അമ്മയെ സ്നേഹിച്ചു തുടങ്ങുന്നത്. അമ്മയെ ഓർക്കാതെ, സ്നേഹത്തിൻ്റെ ഒരു നെടുവിരൽ പോലും നീട്ടാതെ പോയി മറഞ്ഞ തൻ്റെ തന്നെ പോയ കാലത്തോട് അയാൾക്ക് വെറുപ്പ് തോന്നുന്നു. പാപബോധത്തിൻ്റെ പതാക ചുമന്ന് ഗ്രാസ് അമ്മയെ സ്നേഹിച്ചു തുടങ്ങുന്ന നേരം അമ്മ അയാളെ തിരിച്ചറിയുന്നു പോലുമില്ല. അമ്മയ്ക്കൊപ്പം അവർ ചെറുപ്പത്തിൽ പോകാൻ കൊതിച്ച സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാൾ അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ ഓർമ്മകൾ മാഞ്ഞുപോയ അമ്മ അയാളെ നോക്കിയിരിക്കുക മാത്രം ചെയ്യുന്നു. ഇനി ഒന്നും ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇത്രകാലം ജീവിക്കാൻ അനുവദിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഇത്ര മാത്രമേ അമ്മ ഗ്രാസിനോടപ്പോൾ പറയുന്നുള്ളൂ. അവരുടെ മരണശേഷമാണ് ചെറുപ്പത്തിൽ സ്വന്തം മകളുടെ, തൻ്റെ ഇളയ സഹോദരിയുടെ ശരീരം രക്ഷിക്കാൻ റഷ്യൻ പട്ടാളക്കാർക്ക് വഴങ്ങിക്കൊടുക്കേണ്ടി വന്ന അമ്മയുടെ ഭൂതകാലം ഗുന്തർ ഗ്രാസ് അറിയുന്നത്. അമ്മയെ സ്നേഹിക്കാതെ പോയ കാലം അയാളെ മരണം വരെ വേട്ടയാടുന്നു. അല്ലെങ്കിൽ തന്നെ എത്ര സ്നേഹമുണ്ടായിരുന്നിട്ടും പിന്നെ സ്നേഹിക്കാം എന്ന ഉദാസീനത നീട്ടിയാലും നമ്മെ സ്നേഹിക്കുമെന്നുറപ്പുള്ള ഒരാളുടെ പേര് അമ്മ എന്നാണ്.